ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ ഉറങ്ങാൻ മുൻപ് നമ്മെ ഒത്തിരി ആകുലപ്പെടുത്തുന്ന, പ്രയാസപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന ചില പ്രശ്നങ്ങളുടെ മേൽ നിങ്ങൾ അനേക നാളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ആ കാര്യം നടക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ചില പ്രിയപ്പെട്ടവർ എന്നെ അറിയിച്ചു, കോടികൾ അവർക്ക് നഷ്ടം വരികയും കോടികൾ പണം കിട്ടാനുണ്ട്. ഈ ഒരു അവസ്ഥയിൽ പണത്തിന് ഒത്തിരി ദുരിതം അനുഭവിക്കുന്ന ഒരു കുടുംബത്തെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. അവർക്ക് യാതൊരു നിവൃത്തിയുമില്ല. വർഷങ്ങളായി കോടികളുടെ കടം കിട്ടാനുണ്ട്. അതിനാൽ പണം കിട്ടാനുള്ള എല്ലാവർക്കും വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പണം കൊടുത്തു തീർക്കാനുള്ളവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ സുഖമായി ദൈവത്തിൽ നിന്നും നമ്മുടെ അവകാശങ്ങളെ, നമുക്ക് നഷ്ടമായതെല്ലാം ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കും. ദൈവത്തെ നാം സ്വന്തമാക്കി കഴിയുമ്പോൾ നമുക്ക് സ്വന്തമായതെല്ലാം, നമ്മുടെ അവകാശങ്ങളെല്ലാം ഒരു നഷ്ടം പോലും വരാതെ, ഒന്നുപോലും നഷ്ടപ്പെടാതെ നമുക്ക് തിരികെ കിട്ടും. ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. കർത്താവാണ് നമ്മുടെ അവകാശം, നമ്മുടെ പ്രത്യാശ. അതിനാൽ കർത്താവിലേക്ക് നാം ഹൃദയം തിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും കർത്താവ് ഇടപെട്ട് തടസ്സങ്ങൾ മാറ്റി നമ്മെ അനുഗ്രഹിക്കും. ഈ വിശ്വാസത്താൽ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സുഖമായ നിദ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാളെ നല്ലൊരു ദിവസമാകാനും കർത്താവ് നമ്മെ വിളിച്ചുണർത്തുന്നതിനും ഒരു ദിവസം കൂടി ജീവിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും നീട്ടിക്കിട്ടുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 16, 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ കർത്താവ്. അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും. ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസ്സാരരാണ്. അവരിൽ ആനന്ദം കൊള്ളുന്നവർ അതിശക്തരാണ്. അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഞാൻ അവർക്ക് രക്തം കൊണ്ട് പാനീയ ബലി അർപ്പിക്കുകയില്ല. ഞാൻ അവരുടെ നാമം ഉച്ചരിക്കുകയില്ല. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ ഒരു തവണ കൂടി ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിലേക്ക് വിളിച്ച് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി വർപ്പിക്കുന്നു. കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ ഓഹരി, ഞങ്ങളുടെ അവകാശം. ഞങ്ങൾക്ക് നഷ്ടമായതെല്ലാം തിരികെ നൽകുന്നവൻ അവിടുന്നാണ്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതിലും ഏറെ ഇരട്ടികൾ അവിടുന്ന് ഞങ്ങൾക്ക് നൽകും. ഞങ്ങളുടെ അധ്വാന ഫലം ഒന്നുപോലും ഇനി നഷ്ടപ്പെടില്ല. എന്തെന്നാൽ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായി ശരണം പ്രാപിക്കുന്നു. കർത്താവേ, അങ്ങിൽ നിന്നല്ലാതെ ഞങ്ങൾക്ക് യാതൊരു നന്മയും ഉണ്ടാവുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കെല്ലാം നീ ദാനമായി നൽകി. അതിനാൽ ഈ രാത്രിയിൽ അവിടുത്തേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് കോടികളുടെ നഷ്ടങ്ങളിൽ കോടികൾ പണം തിരികെ കിട്ടാനുള്ള വ്യക്തികൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, ബിസിനസ്സുകാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു നേരം പോലും സമാധാനമായി ഉറങ്ങാൻ കഴിയാത്ത ഈ മക്കളുടെ മേൽ ഇന്ന് രാത്രിയിൽ നീ കരുണ തോന്നണമേ. അവരുടെ തടസ്സങ്ങളെ നീ നീക്കിക്കളയണമേ. അസാധ്യങ്ങളായി നിൽക്കുന്ന ചില പ്രശ്നങ്ങളുടെ മേൽ ഇന്ന് നീ ഇടപെട്ട് എല്ലാം സാധ്യമാക്കണമേ. എന്തെന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ, അങ്ങേക്കെല്ലാം സാധ്യമാണ്. അങ്ങയിൽ ശരണം പ്രാപിക്കുന്നവർക്ക് എല്ലാം അവിടുന്ന് ഏറ്റെടുത്ത് നടത്തിത്തരുന്ന ദൈവമാണ്. ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ, ശരണപ്പെടുമ്പോൾ, അങ്ങയിൽ ആയിരിക്കുമ്പോൾ, അങ്ങയിൽ വസിക്കുമ്പോൾ, അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൽ വസിക്കുമ്പോൾ
ഞങ്ങളുടെ താല്പര്യങ്ങളെല്ലാം അങ്ങയുടെ താല്പര്യങ്ങളായി മാറും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങയുടെ താല്പര്യങ്ങൾ ഞങ്ങളുടെ താല്പര്യങ്ങളാകുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം, ഞങ്ങളുടെ താല്പര്യങ്ങളെല്ലാം അങ്ങയുടെ താല്പര്യങ്ങളായി മാറും, അങ്ങയുടെ ഇഷ്ടങ്ങളായി മാറും. അതിനാൽ ഈ രാത്രിയിൽ ഹൃദയം നൊന്തു വേദനിക്കുന്ന ഓരോ കുടുംബത്തിനു വേണ്ടിയും, ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും, ഓരോ ബിസിനസ്സുകാർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. പണം വാങ്ങിച്ചിട്ട് കൊടുക്കാൻ കഴിയാത്ത എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പണം കിട്ടാനുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരവരുടെ അധ്വാന ഫലം അർത്ഥശൂന്യമായി പോകുമ്പോൾ ഉണ്ടാകുന്ന വേദനയെ ഞാൻ സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും മേൽ നീ കരുണയുണ്ടാകണമേ. കോടികളുടെ നഷ്ടങ്ങളും കോടികളുടെ കടബാധ്യതകളുമുള്ള എല്ലാവരുടെ മേലും കർത്താവേ, ഈ രാത്രിയിൽ നീ കരുണ തോന്നണമേ. സകല സമ്പത്തിൻ്റെയും ഉറവിടമായ ദൈവമേ, ഞങ്ങൾക്ക് നേരെ ഒരു വഴി അടയുമ്പോൾ നീ പല വഴികൾ ഞങ്ങൾക്ക് നേരെ തുറക്കാൻ ശക്തനായ ദൈവമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് അസാധ്യങ്ങൾ എന്ന് തോന്നുന്നത്, ഞങ്ങൾക്ക് കഷ്ടതകൾ എന്ന് തോന്നുന്നത് എല്ലാം ഞങ്ങളുടെ നന്മയ്ക്കായി മാറ്റിത്തീർക്കാൻ ശക്തനായ ദൈവമാണ് അങ്ങ്. ഇന്ന് രാത്രിയിൽ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ നീ ഇടപെടണമേ. കർത്താവേ, നീ ഇടപെട്ടാൽ ഞങ്ങൾക്ക് ദോഷത്തോടെ അതിരാവിലെ എഴുന്നേറ്റ് അങ്ങേക്ക് നന്ദി അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും മേലും പ്രത്യേകം നീ കരുണ തോന്നണമേ, അനുഗ്രഹിക്കണമേ. സുഖമായ ഉറക്കം ഈ രാത്രിയിൽ നൽകി സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണമേ. ഞങ്ങളുടെ വസ്തുവകകളെ നീ കാത്തുകൊള്ളണമേ. എല്ലാം ഞങ്ങൾ നിന്നിൽ ഭരമേൽപ്പിച്ച് സുഖമായി ഉറങ്ങാൻ സഹായിക്കണമേ. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഈ രാത്രിയിൽ നീ സ്പർശിച്ച് സുഖപ്പെടുത്തി നല്ലൊരു ഉറക്കം കൊടുത്ത് അവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെല്ലാം കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഏറ്റെടുത്ത് നീ നടത്തണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, നിന്റെ ശക്തമായ ഇടപെടൽ ഇന്ന് ഞാൻ പ്രാർത്ഥിച്ച വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക്, സമൂഹത്തിന്, ബിസിനസ്സുകാർക്ക് വേണ്ടി ഈ രാത്രിയിൽ നീ ശക്തമായി പ്രാർത്ഥിക്കണമേ, ഇടപെടണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും, പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.
ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.